ഒരു പാമ്പ് കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ ചോദ്യം ഇതാണ്. അതായത് നമ്മൾ ആ കൊത്തിയ പാമ്പിൻ്റെ പിറകെ പോയിട്ട് ഇങ്ങോട്ട് വാ, നീ എന്തിനാ എന്നെ കൊത്തിയെന്ന് എനിക്ക് പറയണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നാലെ പോവോ? അതല്ലെങ്കിൽ അതിൻ്റെ വിഷം പിറക്കാൻ ഉള്ള സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിലേക്കോ വല്ല വൈദ്യൻ്റെ അടുത്തേക്കും പോവും? നമ്മൾ ഒബ്വിയസ്ലി സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരുടെ ആ പിറകെ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തിനാ എന്നെ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ച് പിറകെ ബെഗ് എന്നതിന് പകരം നമുക്കത് ഹീൽ ചെയ്യാൻ പോയിക്കൂടെ ശരിക്കും പറഞ്ഞാൽ? കാരണം വേദനിപ്പിക്കുന്നവരുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഇവർക്ക് ഇതന്നെ ശീലം ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ബെഗ് ചെയ്ത് റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടിയ ചരിത്രം ഉണ്ടോ? ഇല്ല. നമ്മുടെ വില പോവാന്നല്ലാതെ അല്ലാത്തൊരു ഔട്ട്പുട്ട് ഇതിന് ഉണ്ടായിട്ടില്ല. നമ്മുടെ വില പോവാൻ, നമുക്ക് സെൽഫ് എസ്റ്റീം കുറയുക, നമ്മളെ പറ്റി മോശമായിട്ട് വിചാരിക്കുക, നമ്മുടെ വില പോവാന്നല്ലാതെ ഒരു കാര്യം ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് തന്നെ കുറേ മനുഷ്യന്മാരിൽ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുണക്കുന്ന കുറേ മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ ചുറ്റും നോക്കണം എന്നുള്ളൂ. നമ്മുടെ ഫോക്കസ് ഒന്നിൽ മാത്രമാകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ബ്ലറായിട്ട് നമുക്ക് കാണാം. സോ അങ്ങനെ അതായത് നമ്മുടെ വേദനകളെ തെറപ്പി ഇല്ലാതെ നമ്മളെ സ്നേഹം കൊണ്ടും അതുപോലെ വാക്കുകൊണ്ടും പരിഗണന കൊണ്ടും ചേർത്ത് പിടിക്കൽ കൊണ്ടും നമ്മുടെ വേദനകളെ മാറ്റുന്ന ആ ഒരു തെറപ്പിസ്റ്റില്ലേ, നിങ്ങളുടെ ആ സുഹൃത്തോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അവരിലേക്ക് ഫോക്കസ് ചെയ്യുക.